അത്ഭുത പ്രവർത്തകനും കാണാതെ പോയ സാധനങ്ങൾ കണ്ടു കിട്ടുന്നതിൻ്റെ പ്രത്യേക മധ്യസ്ഥനുമായ പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാളാണ് ജൂൺ 13. ആഡ്സെല്ലായിലെ പുവർ ക്ലെയർ മൊണാസ്ട്രിയിൽ വെച്ച് 1231 ജൂൺ 13 വിശുദ്ധൻ സ്വർഗപ്രാപ്തനായത്. അന്ത്യനിദ്ര പ്രാപിക്കുമ്പോൾ 36 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. സന്യാസിമാരൊത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമ്പോഴെല്ലാം രോഗിയായി കട്ടിലിൽ കിടക്കുകയായിരുന്ന അന്തോണീസിന്റെ നോട്ടം മുകളിലേക്ക് മാത്രമായിരുന്നു. ആരെയോ എന്തിനേക്കെയോ നോക്കിക്കാണുന്ന വിധത്തിലുള്ള ആ കിടപ്പ് കണ്ടപ്പോൾ സഹസന്യാസിമാരിൽ ഒരാൾ എന്താണ് ഇത്രയധികം നോക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നുവെന്നായിരുന്നു വിശുദ്ധന്റെ മറുപടി. അത് പറഞ്ഞതിന് ശേഷം അധികം വൈകാതെ അന്തോണീസ് സമാധാനത്തോടെ മരണമടയുകയായിരുന്നു. വിശുദ്ധൻ മരിച്ച നിമിഷം ദേവാലയ മണികൾ താനെ മുഴങ്ങിയതായും തെരുവിൽ കുട്ടികൾ ആർത്ത് നിലവിളിച്ചതായും കഥകളുണ്ട്. മരണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ പോപ്പ് ഗ്രിഗറി 9 അന്തോണീസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1232 മെയ് 30 വിശുദ്ധ പദ പ്രഖ്യാപനം. 1946 പിയൂസ് 12 പാപ്പ അന്തോണീസിനെ വേദപാരംഗതനായും പ്രഖ്യാപിച്ചു. ജൂൺ 13 തിരുനാൾ കൂടാതെ മറ്റൊരു ദിനം കൂടി വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുവാനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഫെബ്രുവരി 18 വിശുദ്ധന്റെ അഴുകാത്ത നാവിന്റെ തിരുനാളാണ് അന്നേ ദിവസം ആഘോഷിക്കുന്നത്. അന്തോണീസ് മരണമടഞ്ഞ് 30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നപ്പോൾ കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. വിശുദ്ധ അന്തോണീസിന്റെ നാവ് അഴുകാതെയിരിക്കുന്നു. ശാസ്ത്രീയമായി വിശദീകരിക്കുവാൻ ഇന്നും കഴിയാത്ത ഈ സംഭവത്തെ സഭ ഒരു അത്ഭുതമായിട്ടാണ് കണക്കാക്കുന്നത്. അനേകായിരങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച അന്തോണീസിനോടുള്ള സ്നേഹസൂചകമായി സ്വർഗപിതാവായ ദൈവം വിശുദ്ധന് നൽകിയ പ്രത്യേകമായ ആനുകൂല്യമായിട്ടാണ് ഈ അത്ഭുതത്തെ നാം കാണേണ്ടത്. മനുഷ്യരോട് മാത്രമല്ല, മാമലയോടും മത്സ്യങ്ങളോടും വരെ ദൈവമഹത്വം പ്രഘോഷിക്കുവാൻ അന്തോണീസ് സന്നദ്ധനായിരുന്നു. നല്ലവനായ ദൈവത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച അന്തോണീസിന് ഇതിൽ പരം ദൈവത്തിൽ നിന്ന് മറ്റൊരു അംഗീകാരം കിട്ടാനുണ്ടോ? വടക്കൻ ഇറ്റലിയിലെ വെനോറ്റോയിലെ പാതുവായിലുള്ള അന്തോണിയുടെ പൊന്തിഫിക്കൽ ബസിലിക്കായിലാണ് വിശുദ്ധന്റെ അഴുകാത്ത നാവ് തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇവിടെ തീർത്ഥാടകരായി എത്തിച്ചേരുകയും തിരുശേഷിപ്പ് വണങ്ങുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചിരിക്കുന്ന ദേശീയ ദേവാലയങ്ങളിൽ ഒന്നാണ് ബസിലിക്ക പൊന്തിഫിഷ്യ ദി സാന്റ് അന്റോണിയോ ദി പാദുവ. സെന്റ് ആന്റണി ബസിലിക്കായിലുള്ള 2 ചാപ്പലുകളായ കാപ്പല്ല ദെൻ സാൻ ജിയോകോമോയും കാപ്പല്ല ദെൽ ബിയാറ്റോ ലൂക്ക ബെലൂദിയും യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ 2021 മുതൽ ഇടം പിടിച്ചിട്ടുണ്ട്. അന്തോണീസിന്റെ മരണത്തിന് 1 വർഷം കഴിഞ്ഞാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വിശുദ്ധന്റെ ആഗ്രഹമനുസരിച്ച് സാന്താ മരിയ മാറ്റർ ഡൊമിനിയിലെ ചെറിയ പള്ളിയിലായിരുന്നു മൃതദേഹം അടക്കം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോഴത് സെന്റ് ആന്റണി ബസിലിക്കായിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. 17-ാം നൂറ്റാണ്ട് മുതൽക്കാണ് നാം ഇന്ന് കാണുന്ന വിധത്തിൽ അന്തോണീസിനെ ശിശുവായ യേശുവിനെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ വിശുദ്ധൻ പിടിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൽ നിൽക്കുന്ന കുട്ടിയോടൊപ്പമുള്ള വിധത്തിലോ ഉള്ള അന്തോണീസിനെ ചിത്രീകരിച്ചു തുടങ്ങിയത്. യേശു ഒരു ഉണ്ണിയായി വിശുദ്ധന് പ്രത്യക്ഷപ്പെട്ട കഥകളുടെ പശ്ചാത്തലത്തിലാണ് ഉണ്ണിയേശുവിനെ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന വിധത്തിൽ അന്തോണീസിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഗ്രിഗറി 9 പാപ്പ വിശുദ്ധനെ വിളിച്ചത് നിയമപെട്ടകമെന്നും വിശുദ്ധ തിരുവെഴുത്തുകളുടെ ശേഖരമെന്നുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അന്തോണീസിനെ ചിത്രീകരിക്കുമ്പോൾ കൈകളിൽ കത്തുന്ന വിളക്കോ തിരുവെഴുത്തുകളുടെ പുസ്തകമോ നൽകിയിരിക്കുന്നത്. പോർച്ചുഗലിലെ ലിസ്ബണിൽ ജനിച്ച അന്തോണീസ് പാതുവായിലെ വിശുദ്ധ അന്തോണീസ് എന്ന പേരിൽ അറിയപ്പെടുവാൻ കാരണമായത് അദ്ദേഹത്തിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഏറെയും പാതുവ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത് എന്നതുകൊണ്ടാണ്. വെനീസിൽ നിന്ന് പടിഞ്ഞാറോട്ട് ചെറിയ ദൂരമേ ഇറ്റലിയിലെ പാതുവയിലേക്കുള്ളൂ. അക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായിരുന്നു പാതുവ. 1195 മാർട്ടിൻ്റെയും മേരി ബുൾഹോമിൻ്റെയും മകനായി അന്തോണീസ് ജനിച്ചത്. ഫെർണാണ്ടോ എന്നായിരുന്നു മാമോദിസ പേര്. 15-ാമത്തെ വയസ്സിൽ സന്യാസ ജീവിതം ആഗ്രഹിച്ച് അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു. മൊറോക്കായിൽ വെച്ച് രക്തസാക്ഷികളായ 5 ഫ്രാൻസിസ്കൻ വൈദികരുടെ മൃതദേഹങ്ങൾ കാണാനിടയായതാണ് അന്തോണീസിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചത്. തുടർന്ന് അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുകയും ആന്റണി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചതിന് 13 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പാതുവായിലെ അന്തോണീസിന്റെ ജനനം. ഫ്രാൻസിസ് സ്ഥാപിച്ച സഭയിൽ അംഗമായിക്കൊണ്ടായിരുന്നു അന്തോണീസ് തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 10 വർഷം സുവിശേഷ പ്രഘോഷണം നടത്തിയതും. എന്നിരിക്കലും ഫ്രാൻസിസും ആന്റണിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് വിശദമായ ചരിത്ര രേഖകളൊന്നും ലഭിച്ചിട്ടില്ല.
1220-നും 1226-നും ഇടയിലുള്ള ഒരു ഹ്രസ്വകാലം 2-3 തവണ അവർ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം. കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട്, എറണാകുളത്തെ കലൂർ സെന്റ് ആനീസ് ദേവാലയം, പഴുവിൽ ദേവാലയം എന്നിവയെല്ലാം അന്തോണീസിന്റെ നാമത്തിലുള്ള കേരളത്തിലെ പ്രശസ്തങ്ങളായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇതിൽ പഴുവിൽ സെന്റ് ആന്റണീസ് ദേവാലയം വിശുദ്ധ അന്തോണീസിന്റെ നാമത്തിൽ കേരളത്തിൽ ഉയർന്ന ആദ്യ ദേവാലയമാണ്. AD 883-ലാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. എങ്ങനെ സംസാരിക്കണമെന്ന് നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നതാണ് അന്തോണീസിന്റെ അഴുകാത്ത നാവ്. നാവ് തീയാണ് എന്നാണല്ലോ യാക്കോബ് ശ്ലീഹ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വഞ്ചന നിറഞ്ഞ നാവേ, വിനാശകരമായ വാക്കുകളാണ് നിനക്കിഷ്ടമെന്ന് സങ്കീർത്തനം 52:4 പറയുന്നു. സദ്വചനങ്ങൾ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ നാവ് ദൈവത്തിന് പ്രിയപ്പെട്ട അവയവമായി തീരുന്നത്. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണെന്ന് സുഭാഷിതം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവസ്തുതിക്കായും നല്ല കാര്യങ്ങൾക്കുമായി ദൈവം നൽകിയിരിക്കുന്ന നാവിനെ ദുരുപയോഗിക്കാതിരിക്കുവാൻ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ഈ ദിവസം നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അതിനുവേണ്ടി കൃപയ്ക്ക് വേണ്ടി അന്തോണീസിനെ മാധ്യസ്ഥം യാചിക്കാം. വിശുദ്ധ അന്തോണീസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.